الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. صدق الله مولانا العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ചതമ്പുരാൻ അവന്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഇബാദത്തുകൾ എല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. മുസ്ലിമിന്റെ കുടുംബം എന്ന വിഷയത്തിൽ അതിപ്രധാനമായ ഒരു കാര്യം നമ്മൾ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നാം നമ്മുടെ കുടുംബക്കാർക്ക് പറയുന്ന പല പേരുകളുണ്ട്. ബന്ധുക്കൾ, സ്വന്തക്കാർ, കൂടപ്പറപ്പുകൾ, ഒറ്റച്ചോര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ അടുത്ത ബന്ധുമിത്രാദികളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നാം മലയാളത്തിൽ ഉപയോഗിക്കാറുള്ള വളരെ മനോഹരമായ വാക്കുകളാണിതൊക്കെ. വാക്കുകൾ വളരെ മനോഹരമാണ്. പക്ഷെ അതുപോലെയുള്ള മനോഹാരിത നമ്മുടെ ബന്ധങ്ങളിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സഹോദരൻ എന്ന വാക്കിനർത്ഥം ഉദരം എന്ന് പറഞ്ഞാൽ വയറെന്നാണ്. സഹം എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ്. എന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്നും എന്നോടൊപ്പം അല്ലെങ്കിൽ എന്റെ കൂടെ എന്നെ പോലെ ജനിച്ചു വന്ന ഒരാള് എന്നാണ് സഹോദരന്റെ അർത്ഥം. ഞാൻ വന്നതും എന്റെ ജ്യേഷ്ഠൻ വന്നതും എന്റെ അനുജൻ വന്നതും ഒരു വയറിൽ നിന്നാണ്. ഞങ്ങളുടെ 3 പേരുടെയും ചോര ഒന്നാണ്. ഞങ്ങൾ 3 പേരുടെയും വാപ്പ ഒന്നാണ്. ആ വാക്ക് വളരെ മനോഹരമാണ്. ഞങ്ങൾ 3 പേരും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ആ വലിയ ഗാഢമായ ബന്ധത്തെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എനിക്ക് എന്റെ ശരീരം പോലെ, എന്റെ സമ്പത്ത് പോലെ പ്രധാനമാണ് എന്റെ ജ്യേഷ്ഠന്റെ, എന്റെ അനുജന്റെ സമ്പത്തും അവന്റെ ശരീരവും അവന്റെ കുടുംബവും. ഈ വലിയൊരു അർത്ഥമാണ് ആ വാക്കിനുള്ളത്. അറബിയിൽ ഇതിന് പറയുന്ന പേര് റഹ്മ എന്നാണ്. റഹ്മ ഗർഭാശയത്തിന് പറയുന്നതും റഹ്മ എന്നാണ്, കുടുംബത്തിന് പറയുന്നതും റഹ്മ എന്നാണ്, കാരുണ്യത്തിന് പറയുന്നത് റഹ്മത്ത് എന്നുമാണ്. അപ്പൊ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട വലിയ കാരുണ്യം, വലിയ സ്നേഹം, അതാണ് ആ വാക്കിൽ പോലും നമ്മെ ധ്വനിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞതുപോലെ പ്രയോഗങ്ങളൊന്നും പ്രയോഗത്തിലേക്ക് വരാറില്ല. പല വീടുകളിലും ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ വഴക്കിലാണ്. ഒരു ചെറിയ വഴക്കൊന്നുമല്ല. പലരുടെയും വിഷയങ്ങൾ കോടതികളിൽ കേസാണ്. പല ജ്യേഷ്ഠാനുജന്മാരും പരസ്പരം കയറി ഇറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അനുജന്റെ മകന്റെ കല്യാണത്തിന് ഇത് പോയിട്ടില്ല. പലരും മരിച്ചപ്പോൾ വീട്ടിലേക്ക് പോയിട്ടില്ല, പള്ളിയിലാണ് വന്നത്. കാരണം ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക്, അനുജന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റൂല. വർഷങ്ങളായി അവിടെ കയറിയിട്ട് ഇത്ര വലിയ പിണക്കത്തിലാണ്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ നമുക്കിടയിലുള്ള ജ്യേഷ്ഠാനുജ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നതിൽ നിന്ന് നിലനിൽക്കുന്നത്. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. മുമ്പൊക്കെ ഇവര് ഒരുമ്മ പെറ്റ മക്കളെ പോലെ തന്നെയാണ് ജീവിച്ചത്. പ്രശ്നം തുടങ്ങിയത് വാപ്പ മരിച്ചത് മുതലാണ്. വാപ്പ മരിച്ചു, സ്വത്ത് ഓഹരി ചെയ്തത് മുതലാണ് ഇവര് തമ്മിൽ പ്രശ്നം ആരംഭിച്ചത്. ആ സ്വത്താണ് ഇവരെ ഭിന്നിപ്പിച്ചത്. ആ മുതലിന്റെ പേരിലാണ് ഇന്നും ഇവര് മിണ്ടാതെ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ജ്യേഷ്ഠനെതിരെ അനുജൻ കേസ് കൊടുത്തത്.
അതിനുവേണ്ടിയാണ് ജ്യേഷ്ഠൻ അനുജനെ സമൂഹത്തിൽ നാണം കെടുത്തിയത്. ആ മുതലാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ഈ മുതലാണെങ്കിലോ യവനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോയി കഴിഞ്ഞാൽ ആരുടെയും നയാ പൈസ അവന് പ്രയോജനപ്പെടൂല. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാം അവസാനിച്ചു. 3 കാര്യങ്ങൾ ഒഴികെ 3 കാര്യങ്ങളെ പിന്നെ കൂടെ ഉണ്ടാവുള്ളൂ. സദഖത്തുൻ ജാരിയ, അവൻ എന്തെങ്കിലും ജാരിയായ സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവന്റെ ലിസ്റ്റിലുണ്ടാവും. അവ ഇൽമു യുന്തഫഉ ബിഹി, എന്തെങ്കിലും വിജ്ഞാനം പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ടെങ്കിൽ അവരുടെ പ്രതിഫലവും ഇവന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഇവൻ നല്ല മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾ ഇടക്കിടക്കൊക്കെ ഇവനു വേണ്ടി പ്രാർത്ഥിക്കും. ഇതല്ലാതെ ഏതു കോടീശ്വരൻ മരിച്ചാലും അവന്റെ ഖബറിലേക്ക് വേറൊന്നും ഇറങ്ങൂല. 3 തുണിയിൽ കൂടുതൽ 4മതൊരു തുണിക്കഷ്ണം മയ്യത്തിന്റെ പുറത്ത് ചുറ്റാൻ പാടില്ല. വേണമെങ്കിൽ 5 വരെ ആകാമെന്നേ ഉള്ളൂ. 3 സുന്നത്തുള്ളൂ. വേണമെങ്കിൽ പുരുഷന് 5 വരെ ആകാം. എന്നിരുന്നാൽ പോലും 6മതൊരു തുണിക്കഷ്ണം കോടാനുകോടി കോടീശ്വരന്റെയും ശരീരത്ത് ചുറ്റാൻ പാടില്ല. ഹറാമാണത്. എത്ര വലിയ കോടീശ്വരനാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ കബറിൽ സിമന്റ് ഇടൂല, ടൈൽസ് ഒട്ടിക്കൂല, ഫാനില്ല, ട്യൂബില്ല, ഒരു പരിഗണനയും ഈ കബറിലില്ല. ഇവിടുത്തെ സാധാരണ ഒരു മനുഷ്യനെ കബറടക്കും പോലെ നിങ്ങളെയും ഒരു കുഴി കുഴിക്കുന്ന ആളുകൾ ഒന്നു തന്നെയാണ്. മരിച്ചത് കോടീശ്വരനായതുകൊണ്ട് കുഴി കുഴിക്കാൻ വേറെ ആരും വരൂല. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി കബറ് കുഴിക്കുന്ന അതേ മനുഷ്യൻ തന്നെ ഇവിടുത്തെ 1000 കോടി ആസ്തിയുള്ള മനുഷ്യന് വേണ്ടിയും കബറ് കുഴിക്കും. ഒരു പ്രത്യേകതയില്ല. കബർ ഇവിടെ തന്നെയാണ്. മുതലാളി ആയതുകൊണ്ട് കുറച്ചങ്ങ് നീക്കിത്താത്താമെന്ന് ആരും വിചാരിക്കില്ല, അത് സമ്മതിക്കൂല്ല. അത് കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ മുകളിൽ വെക്കുന്ന പലക, അത് ഈട്ടിയുടെ പലകയൊന്നും വെക്കൂല. മുതലാളി ആയതുകൊണ്ട് ഈട്ടിയുടെ പലകയില്ല. സാധാരണ ഇവിടെ വെക്കുന്ന പലക തന്നെ വയ്ക്കും. അവന്റെ മുകളിലേക്കും ഈ മണ്ണ് വലിച്ചിടും. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാര് 3 പിടി മണ്ണ് വാരി ആ കബറിന്റെ മുകളിലേക്ക് ഇടും. സാധാരണക്കാരന്റെ ഇടും. നിങ്ങൾ 1000 കോടി ആസ്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കബറിലേക്ക് ഇങ്ങനെ മണ്ണ് വലിച്ചു. അവസാനം അതിന്റെ മുകളിലേക്ക് ഒരു ചാൺ ഉയരത്തിൽ മണ്ണ് ഉയർത്തി വെച്ചിട്ട് അപ്പുറയും ഇപ്പുറയും 2 മീസാങ്കല്ലും വെച്ച് 2 ചെടികൾ കുത്തി അതിന്റെ മുകളിൽ വെള്ളമൊഴിച്ച് ഒരു പ്രാർത്ഥനയോടുകൂടി ആ കബറടക്കം അവസാനിക്കും. പിന്നെ ആ കബറിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ ഉയർന്ന, നിങ്ങൾ മത്സരിച്ച് ഈ ജില്ലയിലെ ഏറ്റവും വലിയ വീടാണെന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിച്ച വീടില്ലേ, ആ വീട് അവിടെ ഇല്ല. അവിടെ ഒരു സൗകര്യമില്ല. ഇന്നലെ നിങ്ങൾ കിടന്നുറങ്ങിയത് 1 ലക്ഷം രൂപയുടെ മെത്തയിലാണ്. ഇന്ന് നിങ്ങൾക്ക് മണ്ണാണ്. ഇന്നലെ നിങ്ങൾ ശീതീകരിച്ച റൂമിലാണ് കിടന്നുറങ്ങിയത്. ഇന്ന് നിങ്ങൾ കിടക്കേണ്ടത് ഇരുട്ടറയിലാണ്. ഒരു സൗകര്യങ്ങളുമില്ലാത്ത ആ ഒരു വീട്ടിലേക്കാണ് എല്ലാവരും ചെല്ലേണ്ടത്. അപ്പൊ അവിടം വരെ മാത്രം പ്രയോജനപ്പെടുന്ന, അതെപ്പോ വരാം? ഇവിടത്തെ കോടീശ്വരൻ നാളെ മരിക്കാം, സാധാരണക്കാരനും മരിക്കാം, ദിവസം അറിയിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും വന്നു ചേരാവുന്ന ഒരു മരണത്തിന് മുന്നിലുള്ള നൈമിഷികമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ സ്വത്തിന്റെ പേരിൽ തർക്കിക്കണം. അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അവിടെയാണ് അതീവ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമ്പത്തില്ലാത്തവന്റെ കുടുംബത്തിലല്ല പ്രശ്നം കൂടുതൽ, സമ്പത്തുള്ളവരുടെ കുടുംബത്തിലാണ് പ്രശ്നം കൂടുതൽ. പലപ്പോഴും ആലോചിക്കാറുണ്ട്, സമ്പത്തില്ലാത്ത വാപ്പാടെ മക്കളായി ജനിക്കലാണ് നല്ലത്. എന്നാൽ സഹോദരൻ തമ്മിലുള്ള ബന്ധം എന്നൊന്നും നിലനിൽക്കും. മുതലും സമ്പത്തും ഉള്ളിടത്താണ്, വലിയ വലിയ കുടുംബങ്ങളിലാണ് ജ്യേഷ്ഠാനിമാര് തമ്മിൽ പ്രശ്നങ്ങളുള്ളത്. അവരാണ് അങ്ങുമിങ്ങും കേസ് കൊടുക്കുന്നത്, ഒരു പരിധി കൂടി കടന്ന് പരസ്പരം കൂടോത്രം ചെയ്യുന്നത്. ഇതൊന്നും വെറുതെ പറയല്ല, കൃത്യമായ ചില അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയാം. വേറെ എവിടെയൊന്നും അല്ല, ഇവിടെയും തന്നെ. അത് പറയേണ്ടടുത്ത് പറയുകയും ചെയ്യണം. അതുകൊണ്ട് ഈ കോപ്രായങ്ങളൊക്കെ, ഈ വന്ന് നിസ്കരിക്കുന്ന 20 റക്അത്ത് തറാവീഹും ഈ പകലിൽ കിടക്കുന്ന പട്ടിണിയൊക്കെ നാളെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാകണമെങ്കിൽ,
ഇവിടെ ഇരുന്ന് 2 മലക്കുകൾ എഴുതുന്നുണ്ടല്ലോ, ആ മലക്കുകളുടെ റെക്കോർഡിലും നാളെ നിങ്ങളുടെ കിതാബിലും ഉണ്ടാകണമെങ്കിൽ വെറുതെ തലകുത്തി മറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ബന്ധങ്ങൾ നന്നാക്കി തീർക്കണം. കുടുംബാംഗങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുകയും പൊരുത്തപ്പെടിപ്പിക്കുകയും ചെയ്യണം. ഞാനൊരിക്കൽ കേരളത്തിലെ വളരെ അറിയപ്പെട്ട എടുത്തു പറയാകുന്ന ഒരു സമ്പന്നന്റെ സാമ്പത്തിക വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു, ഒരു മധ്യസ്ഥനായിട്ട് ചിലരുടെയൊക്കെ കൂടെ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇവരൊക്കെ എന്തിനാണ് ഈ സ്വത്തിനു വേണ്ടി ഇനി ഇങ്ങനെ തർക്കിക്കുന്നത്? ഇട്ടുമൂടാനുള്ള കാശുണ്ട്, എന്നിട്ടും സ്വന്തം സഹോദരിയുമായി സ്വത്തിനു വേണ്ടി തർക്കിക്കുകയാണ്. അതിനുവേണ്ടി ദിവസങ്ങൾ വന്ന് എന്നെപ്പോലുള്ള ഒരാളുടെ മുന്നിലിരിക്കാൻ മടിയില്ല, അതിനുവേണ്ടി നുണ പറയാൻ മടിയില്ല, അതിനുവേണ്ടി നാണം കെടാൻ മടിയില്ല. എന്റെ ആങ്ങള പറയുന്നത് കളവാണെന്ന് പറയുമ്പോൾ കുനിഞ്ഞിരുന്ന് തന്റെ നാണംകേട് മറയ്ക്കാൻ മടിയില്ല. എന്തിനാ? ഈ സമ്പത്തിനു വേണ്ടി, ഈ സ്വത്തിനു വേണ്ടി. അവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ വളരെ കൃത്യമായി. നിങ്ങളുടെ വാപ്പ മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ മരിച്ചാൽ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ ആ സ്വത്ത് എങ്ങനെ വീതം ചെയ്യണമെന്ന കൃത്യമായൊരു നിയമം പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വെച്ചത്. നിങ്ങൾ ഇനി തർക്കിക്കണ്ട, നിങ്ങളായിട്ടൊരു നിയമം ഉണ്ടാക്കുകയും വേണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ വിശദമായി അതിനൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നിയമം അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ അതനുസരിക്കാൻ തയ്യാറല്ല. ഇന്നലെ സുപ്രീം കോടതിയിൽ സുപ്രധാനമായൊരു നിരീക്ഷണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് 2 ജഡ്ജിമാരും അടങ്ങുന്ന ബെഞ്ചിൽ നിന്നും സുപ്രധാനമായൊരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഈ ഉമ്മത്തിനെ ബാധിക്കുന്നു. ഇന്നത്തെ പത്രത്തിലുണ്ട്, കണ്ടോ ആരെങ്കിലും? എന്താണ്? ഏക സിവിൽ കോഡിന് വേണ്ടി സർക്കാർ തയ്യാറെടുക്കണം. മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രഭാത് ഭൂഷൺ അദ്ദേഹം ഒരു വാദം നടത്തവെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായൊരു നിരീക്ഷണം വന്നിരിക്കുന്നത്. സുപ്രീം കോടതി മുമ്പും പറഞ്ഞിട്ടുണ്ട്, രാജ്യത്ത് ഏക നിയമം വേണം. 937 മുസ്ലിം വ്യക്തി നിയമം, അതനുസരിച്ച് മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശം ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോയി കഴിഞ്ഞാൽ ആരുടെയും നയാ പൈസ അവന് പ്രയോജനപ്പെടില്ല. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാം അവസാനിച്ചു. 3 കാര്യങ്ങൾ ഒഴികെ 3 കാര്യങ്ങളെ പിന്നെ കൂടെ ഉണ്ടാവുള്ളൂ. സദഖത്തുൻ ജാരിയ, അവൻ എന്തെങ്കിലും ജാരിയായ സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവന്റെ ലിസ്റ്റിലുണ്ടാവും. അവ ഇൽമുൻ യുന്തഫഉ ബിഹി, എന്തെങ്കിലും വിജ്ഞാനം പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ടെങ്കിൽ അവരുടെ പ്രതിഫലവും ഇവന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഇവൻ നല്ല മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾ ഇടക്കിടക്കൊക്കെ ഇവനു വേണ്ടി പ്രാർത്ഥിക്കും. ഇതല്ലാതെ ഏതു കോടീശ്വരൻ മരിച്ചാലും അവന്റെ ഖബറിലേക്ക് വേറൊന്നും ഇറങ്ങൂല. 3 തുണിയിൽ കൂടുതൽ 4മതൊരു തുണിക്കഷ്ണം മയ്യത്തിന്റെ പുറത്ത് ചുറ്റാൻ പാടില്ല. വേണമെങ്കിൽ 5 വരെ ആകാമെന്നേ ഉള്ളൂ, 3 സുന്നത്തുള്ളൂ. വേണമെങ്കിൽ പുരുഷന് 5 വരെ ആകാം. എന്നിരുന്നാൽ പോലും 6മതൊരു തുണിക്കഷ്ണം കോടാനുകോടി കോടീശ്വരന്റെയും ശരീരത്ത് ചുറ്റാൻ പാടില്ല, ഹറാമാണത്. എത്ര വലിയ കോടീശ്വരനാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ കബറിൽ സിമന്റ് ഇടൂല, ടൈൽസ് ഒട്ടിക്കൂല, ഫാനില്ല, ട്യൂബില്ല, ഒരു പരിഗണനയും ഈ കബറിലില്ല. ഇവിടുത്തെ സാധാരണ ഒരു മനുഷ്യനെ കബറടക്കും പോലെ നിങ്ങളെയും ഒരു കുഴി കുഴിക്കുന്ന ആളുകൾ ഒന്നു തന്നെയാണ്. മരിച്ചത് കോടീശ്വരനായതുകൊണ്ട് കുഴി കുഴിക്കാൻ വേറെ ആരും വരൂല. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി കബറ് കുഴിക്കുന്ന അതേ മനുഷ്യൻ തന്നെ ഇവിടുത്തെ 1000 കോടി ആസ്തിയുള്ള മനുഷ്യന് വേണ്ടിയും കബറ് കുഴിക്കും. ഒരു പ്രത്യേകതയില്ല, കബർ ഇവിടെ തന്നെയാണ്. മുതലാളി ആയതുകൊണ്ട് കുറച്ചങ്ങ് നീക്കിത്താത്താമെന്ന് ആരും വിചാരിക്കില്ല, അത് സമ്മതിക്കൂല്ല. അത് കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ മുകളിൽ വെക്കുന്ന പലക, അത് ഈട്ടിയുടെ പലകയൊന്നും വെക്കൂല. മുതലാളി ആയതുകൊണ്ട് ഈട്ടിയുടെ പലകയില്ല. സാധാരണ ഇവിടെ വെക്കുന്ന പലക തന്നെ വയ്ക്കും. അവന്റെ മുകളിലേക്കും ഈ മണ്ണ് വലിച്ചിടും.
മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാര് 3 പിടി മണ്ണ് വാരി ആ കബറിന്റെ മുകളിലേക്ക് ഇടും. സാധാരണക്കാരന്റെ ഇടും. നിങ്ങൾ 1000 കോടി ആസ്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കബറിലേക്ക് ഇങ്ങനെ മണ്ണ് വലിച്ചു. അവസാനം അതിന്റെ മുകളിലേക്ക് ഒരു ചാൺ ഉയരത്തിൽ മണ്ണ് ഉയർത്തി വെച്ചിട്ട് അപ്പുറയും ഇപ്പുറയും 2 മീസാങ്കല്ലും വെച്ച് 2 ചെടികൾ കുത്തി അതിന്റെ മുകളിൽ വെള്ളമൊഴിച്ച് ഒരു പ്രാർത്ഥനയോടുകൂടി ആ കബറടക്കം അവസാനിക്കും. പിന്നെ ആ കബറിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ ഉയർന്ന, നിങ്ങൾ മത്സരിച്ച് ജില്ലയിലെ ഏറ്റവും വലിയ വീടാണെന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിച്ച വീടില്ലേ, ആ വീട് അവിടെ ഇല്ല. അതുപോലെ ഒരു സൗകര്യമില്ല. ഇന്നലെ നിങ്ങൾ കിടന്നുറങ്ങിയത് 1,00,000 രൂപയുടെ മെത്തയിലാണ്. ഇന്ന് നിങ്ങൾക്ക് മണ്ണാണ്. ഇന്നലെ നിങ്ങൾ ശീതീകരിച്ച റൂമിലാണ് കിടന്നുറങ്ങിയത്. ഇന്ന് നിങ്ങൾ കിടക്കേണ്ടത് ഇരുട്ടറയിലാണ്. ഒരു സൗകര്യങ്ങളുമില്ലാത്ത ആ ഒരു വീട്ടിലേക്കാണ് എല്ലാവരും ചെല്ലേണ്ടത്. അപ്പൊ അവിടം വരെ മാത്രം പ്രയോജനപ്പെടുന്ന, അതെപ്പോ വരാം? ഇവിടത്തെ കോടീശ്വരൻ നാളെ മരിക്കാം, സാധാരണക്കാരനും മരിക്കാം, ദിവസം അറിയിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും വന്നു ചേരാവുന്ന ഒരു മരണത്തിന് മുന്നിലുള്ള നൈമിഷികമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ സ്വത്തിന്റെ പേരിൽ തർക്കിക്കണം. അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അവിടെയാണ് അതീവ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമ്പത്തില്ലാത്തവന്റെ കുടുംബത്തിലല്ല പ്രശ്നം കൂടുതൽ, സമ്പത്തുള്ളവരുടെ കുടുംബത്തിലാണ് പ്രശ്നം കൂടുതൽ. പലപ്പോഴും ആലോചിക്കാറുണ്ട്, സമ്പത്തില്ലാത്ത വാപ്പാടെ മക്കളായി ജനിക്കലാണ് നല്ലത്. എന്നാൽ സഹോദരൻ തമ്മിലുള്ള ബന്ധം എന്നൊന്നും നിലനിൽക്കും. മുതലും സമ്പത്തും ഉള്ളിടത്താണ്, വലിയ വലിയ കുടുംബങ്ങളിലാണ് ജ്യേഷ്ഠാനിമാര് തമ്മിൽ പ്രശ്നങ്ങളുള്ളത്. അവരാണ് അങ്ങുമിങ്ങും കേസ് കൊടുക്കുന്നത്, ഒരു പരിധി കൂടി കടന്ന് പരസ്പരം കൂടോത്രം ചെയ്യുന്നത്. ഇതൊന്നും വെറുതെ പറയല്ല, കൃത്യമായ ചില അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയാം. വേറെ എവിടെയൊന്നും അല്ല, ഇവിടെയും തന്നെ. അത് പറയേണ്ടടുത്ത് പറയുകയും ചെയ്യണം. അതുകൊണ്ട് ഈ കോപ്രായങ്ങളൊക്കെ, ഈ വന്ന് നിസ്കരിക്കുന്ന 20 റക്അത്ത് തറാവീഹും ഈ പകലിൽ കിടക്കുന്ന പട്ടിണിയൊക്കെ നാളെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഇവിടെ ഇരുന്ന് 2 മലക്കുകൾ എഴുതുന്നുണ്ടല്ലോ, ആ മലക്കുകളുടെ റെക്കോർഡിലും നാളെ നിങ്ങളുടെ കിതാബിലും ഉണ്ടാകണമെങ്കിൽ വെറുതെ തലകുത്തി മറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ബന്ധങ്ങൾ നന്നാക്കി തീർക്കണം. കുടുംബാംഗങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുകയും പൊരുത്തപ്പെടിപ്പിക്കുകയും ചെയ്യണം. ഞാനൊരിക്കൽ കേരളത്തിലെ വളരെ അറിയപ്പെട്ട, എടുത്തു പറയാകുന്ന ഒരു സമ്പന്നന്റെ സാമ്പത്തിക വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു, ഒരു മധ്യസ്ഥനായിട്ട് ചിലരുടെയൊക്കെ കൂടെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരൊക്കെ എന്തിനാണ് ഈ സ്വത്തിനു വേണ്ടി ഇനി ഇങ്ങനെ തർക്കിക്കുന്നത്? ഇട്ടുമൂടാനുള്ള കാശുണ്ട്, എന്നിട്ടും സ്വന്തം സഹോദരിയുമായി സ്വത്തിനു വേണ്ടി തർക്കിക്കുകയാണ്. അതിനുവേണ്ടി ദിവസങ്ങൾ വന്ന് എന്നെപ്പോലുള്ള ഒരാളുടെ മുന്നിലിരിക്കാൻ മടിയില്ല, അതിനുവേണ്ടി നുണ പറയാൻ മടിയില്ല, അതിനുവേണ്ടി നാണം കെടാൻ മടിയില്ല. എന്റെ ആങ്ങള പറയുന്നത് കളവാണെന്ന് പറയുമ്പോൾ കുനിഞ്ഞിരുന്ന് തന്റെ നാണംകേട് മറയ്ക്കാൻ മടിയില്ല. എന്തിനാ? ഈ സമ്പത്തിന് വേണ്ടി, ഈ സ്വത്തിന് വേണ്ടി. അവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ വളരെ കൃത്യമായി. നിങ്ങളുടെ വാപ്പ മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ മരിച്ചാൽ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ ആ സ്വത്ത് എങ്ങനെ വീതം ചെയ്യണമെന്ന കൃത്യമായൊരു നിയമം പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വെച്ചത്. നിങ്ങൾ ഇനി തർക്കിക്കേണ്ട, നിങ്ങളായിട്ടൊരു നിയമം ഉണ്ടാക്കുകയും വേണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ വിശദമായി അതിനൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നിയമം അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ അതനുസരിക്കാൻ തയ്യാറല്ല. ഇന്നലെ സുപ്രീം കോടതിയിൽ സുപ്രധാനമായൊരു നിരീക്ഷണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് 2 ജഡ്ജിമാരും അടങ്ങുന്ന ബെഞ്ചിൽ നിന്നും സുപ്രധാനമായൊരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഈ ഉമ്മത്തിനെ ബാധിക്കുന്നു. ഇന്നത്തെ പത്രത്തിലുണ്ട്, കണ്ടു ആരെങ്കിലും? എന്താണ്? ഏക സിവിൽ കോഡിന് വേണ്ടി സർക്കാർ തയ്യാറെടുക്കണം. മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രഭാത് ഭൂഷൺ അദ്ദേഹം ഒരു വാദം നടത്തവെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായൊരു നിരീക്ഷണം വന്നിരിക്കുന്നത്. സുപ്രീം കോടതി മുമ്പും പറഞ്ഞിട്ടുണ്ട്, രാജ്യത്ത് ഏക നിയമം വേണം. 937 മുസ്ലിം വ്യക്തി നിയമം, അതനുസരിച്ച് മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശം പകുതിയാണ്. അത് മുസ്ലിം സ്ത്രീയോടുള്ള അനീതിയാണ്. പുരുഷന്മാർക്ക് ഇരട്ടി കിട്ടുമ്പോൾ സ്ത്രീക്ക് പകുതി കിട്ടുന്നു. അതുകൊണ്ട് 937 മുസ്ലിം വ്യക്തി നിയമം ക്യാൻസൽ ചെയ്ത്
ഇന്ത്യയിലുള്ള പൊതുനിയമം എല്ലാവർക്കും ബാധകമാക്കണം. അതിനുവേണ്ടി യൂണിഫോം സിവിൽ കോഡ് രൂപീകരിക്കണം. അതിന് കേന്ദ്രം തയ്യാറെടുക്കണം. അതാണ് കോടതിയുടെ വളരെ സുപ്രധാനമായൊരു നിരീക്ഷണം. അവിടെ പ്രശാന്ത് ഭൂഷൺ ഒരു കാര്യം പറഞ്ഞു ജഡ്ജിയോട്, നിങ്ങൾ ഇതിനൊന്നും നിൽക്കണ്ട, രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാണെന്നുണ്ടെങ്കിൽ വിധി പ്രഖ്യാപിച്ചാൽ മതി. അപ്പൊ കോടതി ചോദിച്ചത്, 1937 മുസ്ലിം വ്യക്തി നിയമം ക്യാൻസൽ ചെയ്തിട്ട് ഒരു ശൂന്യതയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിധി പുറപ്പെടുവിക്കും? ഒരു നിയമം വേണ്ടേ? ഇപ്പോൾ മുസ്ലിങ്ങൾക്കൊരു നിയമമുണ്ട്, 1937 നിയമമുണ്ട്. അതനുസരിച്ച് അവരുടെ സ്വത്ത് തർക്കങ്ങൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഖുർആനിന്റെ നിയമം അനുസരിച്ച് വിധിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആനുകൂല്യമാണിത്. കോടതി ചോദിക്കുന്ന അതെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ഒരു ശൂന്യതയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിധി കൽപ്പിക്കും? അതുകൊണ്ട് പകരം ഒരു സംവിധാനം ഉണ്ടാകട്ടെ. പകരം സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. എന്താണ് പകരം സംവിധാനം? യൂണിഫോം സിവിൽ കോഡ്. രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും വ്യക്തി നിയമങ്ങൾ ക്യാൻസലാക്കിക്കൊണ്ട് ഒരേ നിയമം കൊണ്ടുവരുന്ന രീതി. വേറെ 2 കാര്യങ്ങൾ കൂടി സുപ്രീം കോടതി പരാമർശിക്കുന്നുണ്ട്. മുസ്ലിം പുരുഷൻ ഇപ്പോൾ ഇഷ്ടം പോലെ അവന്റെ ഏകപക്ഷീയമായി അവന് തലാഖിയല്ല, സ്ത്രീയുടെ കൺസെന്റ് ആവശ്യമില്ല. അതും ഒരു അനീതിയായിട്ടാണ് കാണുന്നത്. തലാഖാണെങ്കിലും ഫസ്ഖാണെങ്കിലും ഹുൽ ആണെങ്കിലും മുബാറാത്താണെങ്കിലും ഒരു പുരുഷന്റെ കൺസെന്റ്, അവന്റെ അനുവാദം ആവശ്യമാണ്. അതുകൊണ്ട് സ്ത്രീക്ക് ഏകപക്ഷീയമായി വിവാഹമോചനം നടത്താൻ കഴിയുന്ന ഒരു നിയമവും രാജ്യത്ത് ആവശ്യമുണ്ട്. അതും ശരീഅത്തിനെ ബാധിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ശരീഅത്തിനെ ഗുരുതരമായി ബാധിക്കുന്നതാണ്. മൂന്നാമത് പറയുന്നത് ബഹുഭാര്യത്വം. ഒരു മുസ്ലിം പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാം. ഹിന്ദുവിനത് പറ്റൂല. അപ്പോൾ ഏകമായ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇത്തരം വ്യക്തി നിയമങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് കോടതിയെ വളരെ സുപ്രധാനമായൊരു നിരീക്ഷണം ഇന്ന് വന്നിരിക്കുന്നത്. അത് വലിയൊരു അപകടമാണത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്ന ഇത്തരം ചില നിയമങ്ങൾ നമുക്ക് ഈ രാജ്യത്ത് നിഷേധിക്കപ്പെടും. വലിയ അപകടത്തിലേക്കാണത് പോവുക. ഒരു കാര്യം കൂടി പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുന്നത് 5 കാര്യങ്ങളുള്ളൂ. സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതല്ല, അടിസ്ഥാന കാര്യങ്ങളല്ല. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കലിമയും, ഇതാണ് മുസ്ലിമുകൾക്ക് നിർബന്ധമായ 5 കാര്യം. ഈ 5 എണ്ണത്തിൽ സ്വത്ത് എങ്ങനെ വിതരണം ചെയ്യുന്ന കാര്യം പെടുന്നില്ല. അതുകൊണ്ട് അവരുടെ മതവിശ്വാസങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളല്ല എന്നുകൂടി ഈ മുതിർന്ന അഭിഭാഷകൻ ജഡ്ജിമാരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവന്റെ അവകാശികൾക്ക് സ്വത്ത് വിതരണം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷെ ഈ അറിവ് ഇന്ന് സമുദായത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില ഹദീസുകളെ പരിശോധിക്കുമ്പോൾ ഈ അറിവിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തഅല്ലമുൽ ഫറായിദ വഅല്ലിമൂ, നിങ്ങൾ ഫറായിലിന്റെ അറിവ് പഠിക്കണം. അനന്തരസ്വത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട അറിവ് നിങ്ങൾ പഠിച്ചു വെക്കണം. വഅല്ലിമൂ, നിങ്ങളത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്നഹു നിസ്ഫുൽ ഇൽമി, അത് മൊത്തം അറിവിന്റെ പകുതിയാണ്. ഇസ്ലാമിക വിജ്ഞാനങ്ങൾ മൊത്തത്തിലെടുത്താൽ അതിന്റെ പകുതി അറിവ് എന്ന് പറയുന്നത് ദായക്രമവുമായി ബന്ധപ്പെട്ട അനന്തര സ്വത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട നിയമമാണ് പകുതി. ബാക്കി പകുതിയാണ് എല്ലാം കൂടി ഉള്ളൂ. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ഫഇന്നിമ്രുഉൻ മഖ്ബൂലുൻ, ഞാൻ മരിച്ചു പോകും. റസൂലുള്ളാഹി പറയാ, ഞാൻ മരിച്ചു പോകും. എന്നും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകൂല. വയദ്ഹറുൽ ഫിത്തനു, ലോകത്ത് ഫിത്തനകൾ പ്രത്യക്ഷപ്പെടും. എന്താണ് ആ ഫിത്തന? ചിലർ പറയുന്നത് കൊലപാതകമാണ്, ചിലർ വരും മരണമാണ്. മരണം അധികരിക്കും, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ അധികരിക്കും. അപ്പോൾ ആളുകൾ ഈ കൊല്ലപ്പെട്ട ആളുടെ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ സ്വത്തെങ്ങനെ വിതരണം ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല, ഞാൻ മരിച്ചുപോകും. അന്ന് 2 ആളുകൾ അവരുടെ സ്വത്തിന്റെ നിയമം അറിയാൻ വേണ്ടി ഒരാളെ സമീപിക്കും, ഓരോരുത്തരെ സമീപിക്കും. പക്ഷേ ഫലാ യജിദാനി അഹദൻ, ഈ നിയമം പറഞ്ഞു കൊടുക്കാൻ ഒരാളും അന്നുണ്ടാവുകയില്ല. അത്രമാത്രം ഈ ഇൽമ അന്യം നിന്നു പോകും. വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഈ വിജ്ഞാനം പഠിക്കുക എന്നുള്ളത് 10 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ വിജ്ഞാനം ഒരാൾ പഠിച്ചാൽ 10 അടിമകളെ മോചിപ്പിച്ച കൂലിയാണ് അവൻ ലഭിക്കാൻ പോകുന്നത്. ഇദാ തഹദ്ദസ്തും അനിൽ ഫറാഇൽ, നബി തങ്ങൾ സഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, നിങ്ങൾ വെറുതെ ഇരുന്ന് ചർച്ചകൾ ചെയ്യുമ്പോൾ ഈ വിജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഇത് സംസാരിക്കുക. ഓഹരി വെക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക, അതിന്റെ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുക. കാരണം ഇത് അറിവിന്റെ പകുതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന് കൃത്യമായൊരു നിയമം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ നമ്മൾ തർക്കിക്കേണ്ടതില്ല, നമ്മൾ വഴക്കുകൂടേണ്ടതില്ല, നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കേണ്ടതില്ല. ആ നിയമമാണ്
സൂറത്തുൻ നിസാ ഉൾപ്പെടെയുള്ള സൂറത്തുൻ നിസായിൽ അതിവിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നടന്ന ഫിഖ്ഹ് ക്ലാസ്സിലൂടെ അതിന്റെ നിയമങ്ങളുടെ ഏതാണ്ടൊക്കെ വശങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ഞാനതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിൽ ഈ നിയമം അതിവിശാലമായി പറഞ്ഞു വച്ചിട്ട് ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പോലും ഈ കാര്യത്തിലില്ല. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇത്തരം മദ്ഹബിന്റെ ഇമാമുകളുടെ ഇടയിലോ മറ്റ് ഇമാമുകളുടെ ഇടയിലോ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കാരണം ഇത് ഖുർആൻ പറഞ്ഞൊരു നിയമമാണ്. ഖുർആൻ അങ്ങനെ കൃത്യമായി പറഞ്ഞ അപൂർവ നിയമങ്ങളേ ഉള്ളൂ. നിസ്കാരത്തെക്കുറിച്ച് പോലും ഖുർആൻ വിശദമായി ചർച്ച ചെയ്തിട്ടില്ല. 5 എന്ന് പോലും ഖുർആനിലില്ല. ആ ഖുർആനാണ് ഈ അനന്തരാവകാശത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളത്. എന്തിനാ സഹോദരന്മാർ തമ്മിൽ പിണങ്ങുന്നത്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് എന്നൊരു അധ്യായമുണ്ട്. വെള്ളിയാഴ്ച നമുക്ക് ഓതൽ സുന്നത്താണ്. അത് ഓതിപ്പിക്കുന്നതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഒരു ലക്ഷ്യം ദജ്ജാലിനെ തൊട്ട് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. സൂറത്തുൽ കഹ്ഫ് അത് ഓതുന്നവർക്ക് അതിന്റെ 10 ആയത്തുകൾ, ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കുന്നവർക്ക് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു തആല സംരക്ഷണം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ സൂറത്തിൽ പറയുന്ന 3-4 ചരിത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചരിത്രം 2 സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കത്തിന്റെ പ്രശ്നമാണ്. ഒരു അനിയനും ജ്യേഷ്ഠനും തമ്മിലുണ്ടായ സ്വത്ത് തർക്കത്തിന്റെ വിഷയമാണ് സൂറത്തുൽ കഹ്ഫിലെ അതിപ്രധാനമായി ആയത്തുകൾ നീളുന്ന ഒരു ചർച്ചയുള്ളത്. അത് നമ്മളെ കൊണ്ട് അല്ലാഹു തആല എല്ലാ ആഴ്ചയും ഇങ്ങനെ ഓതിപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? ഇതിൽ നിന്നും നമ്മൾ ഗുണപാഠം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു നമ്മളെല്ലാം ഓതാറുള്ളതാണ്, പക്ഷെ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മളത്ര ചിന്തിച്ചോളുന്നില്ല. വളിരിബ് ലഹും മസലർ റജുലൈൻ, 2 ആളുകളുടെ ഉപമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈനി മിൻ അഅനാബ്, അവരിൽ ഒരാൾക്ക് ഞാൻ മുന്തിരിയുടെ 2 തോട്ടങ്ങൾ കൊടുത്തു. ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഈ സംഭവം ഉണ്ടാകാൻ കാരണക്കാരായ 2 മനുഷ്യന്മാരുടെ കഥ പ്രവാചകൻ പറയുന്നുണ്ട്. ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ധനാഢ്യനായൊരു മുതലാളി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് 6000 ദിനാറാണ്. 6000 സ്വർണ്ണ നാണയം. വലിയ സമ്പത്താണത്. 2 ആൺമക്കളാണുള്ളത്. ഈ 2 ആൺമക്കളും കൃത്യമായി തന്നെ 3000 ദിനാർ വീതം രണ്ടുപേരും വീതിച്ചെടുത്തു. അതിൽ ഒരാള് ജ്യേഷ്ഠൻ തനിക്ക് കിട്ടിയ 3000 ദിനാറ് കൊണ്ട് കച്ചവടം ചെയ്തു. ആ കച്ചവടം ഇങ്ങനെ നാൾക്ക് നാളിങ്ങനെ വളർന്നു, പടിപടിയായി വളർന്നു. കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അദ്ദേഹം വലിയ വലിയ തോട്ടങ്ങൾ വാങ്ങിച്ചിട്ടു. ഇന്ന് അദ്ദേഹം വലിയ സമ്പന്നനാണ് നാട്ടിലെ. അള്ളാഹു പറഞ്ഞു, അവന് ഞാൻ മുന്തിരിയുടെ 2 തോട്ടങ്ങൾ കൊടുത്തു. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, അതിനു ചുറ്റും ഈന്തപ്പന കൊണ്ട് നാം വലയം ചെയ്തു. മുന്തിരിത്തോട്ടങ്ങൾക്ക് ചുറ്റും ഈന്തപ്പന മരങ്ങൾ ഇങ്ങനെ തട്ടുപിടിപ്പിച്ചു. തന്നെയല്ല വജഅൽനാ ബൈനഹുമാ സറഅ, അതിന്റെ ഇടയിൽ വേറെ ഇടകൃഷികളും ഉണ്ടായിരുന്നു. ഇങ്ങനെ സമൃദ്ധമായ 2 തോട്ടങ്ങൾ. വേറെയും തോട്ടങ്ങളുണ്ട്. കിൽത്തൽ ജന്നത്തീനി അത്തു കുലഹാ വലം തളിം മിന്നു ഷൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. അല്ലാഹു പറയും, ഈ 2 തോട്ടങ്ങളും ഇങ്ങനെ സമൃദ്ധമായി ഫലങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. സമൃദ്ധമായി കായ്ക്കുന്ന മരങ്ങൾ, അതിന്റെ ഇടയിലൂടെ അരുവികൾ എന്ന് പറഞ്ഞാൽ ഒരു ശരിയായൊരു തോട്ടം, എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളുമുള്ള തോട്ടം ആ മനുഷ്യന് ജ്യേഷ്ഠൻ ഞാൻ കൊടുത്തു. വകാന ലഹു സമറിൻ, വേറെയും പഴങ്ങൾ അവനുണ്ട്. ഇങ്ങനെ ജ്യേഷ്ഠൻ ഇങ്ങനെ സാമ്പത്തികമായി വളർന്നു പോയപ്പോൾ അനുജന്റെ അവസ്ഥ എന്താണെന്നറിയും? അനുജന് കിട്ടിയ 3000 ദിനാറിൽ നിന്നും ആ പാവപ്പെട്ടവൻ 1000 ദിനാർ പാവപ്പെട്ടവർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. 1000 ദിനാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഉപയോഗിച്ചു. ബാക്കി 1000 ദിനാർ വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അനുജന്റെ 3000 ദിനാറും തീർന്നു. ജ്യേഷ്ഠന്റെ ഒരു നയാ പൈസ പോലും ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിച്ചു. ജ്യേഷ്ഠൻ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. അവന്റെ ഭാര്യയും സമ്പന്നയാണ്, അവന്റെ മക്കളെല്ലാം ഇന്ന് നല്ല നിലയിലാണ്. പക്ഷെ അനുജന്, ഈ പാവപ്പെട്ടവന് വലിയ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയില്ല. അവനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. അവനും ഭാര്യയും മക്കളുമായിട്ട് അവന് കൂലിപ്പണി എടുത്ത് ജീവിക്കുക. ജ്യേഷ്ഠൻ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ, അനുജൻ ആ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ട ഒരു തൊഴിലാളിയായി മാറി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ ഈ പാവപ്പെട്ടവനൊരിക്കൽ സമ്പത്തിന്റെ കുറച്ച് ആവശ്യം വന്നു. പെട്ടെന്ന് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം വന്നു. അപ്പോൾ അവൻ ചിന്തിച്ചു, എന്തിനാണ് ഞാൻ എന്റെ ഇക്കാടടുത്ത് പോയി ചോദിച്ചാൽ മതി, ജ്യേഷ്ഠനോട് ചോദിക്കാം. എന്റെ ജ്യേഷ്ഠൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയല്ലേ, ജ്യേഷ്ഠനോട് കുറച്ച് പൈസ വായ്പ ചോദിക്കാമെന്ന് വിചാരിച്ച് ജ്യേഷ്ഠന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ജ്യേഷ്ഠൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ പോലെ 3000 ദിനാർ നിനക്കും കിട്ടിയില്ല, അതെന്ത് ചെയ്തു? അതിന് അനുജൻ പറഞ്ഞ മറുപടി, ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനോട് പറയാവുന്ന ഏറ്റവും വലിയ മറുപടിയാണ് അന്ന് അനുജൻ പറഞ്ഞത്.
ഏറ്റവും നല്ലൊരു മറുപടി, മനോഹരമായൊരു മറുപടി പറഞ്ഞു. ജഅൽതുഹു ഫീമാ ഹുവ ഖൈറുൻ വഅബ്ഖാ. എനിക്ക് കിട്ടിയ 3000 ദിനാർ ഏറ്റവും നല്ലതും എന്നെന്നും അവശേഷിക്കുന്നതുമായ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അങ്ങനെയല്ലേ? ഇദ്ദേഹത്തിന് 3000 ദിനാർ ജ്യേഷ്ഠൻ ഉണ്ടാക്കിയ തോട്ടങ്ങളെക്കാൾ നല്ലതുമാണ്, നാളെ പരലോകത്തത് അവശേഷിക്കുന്നതുമാണ്. ഞാൻ അതിനുവേണ്ടി എന്റെ 3000 ദിനാർ മുടക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജ്യേഷ്ഠൻ പറഞ്ഞു, പൊട്ടാ, എടാ മന്ദബുദ്ധി, നിനക്ക് നയാ പൈസ വായ്പ തരില്ല. നീയൊന്നും സമ്പാദിക്കാൻ പഠിച്ചിട്ടില്ല, നീയൊന്നും ജീവിക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ 3000 ദിനാർ വല്ലവർക്കും കൊണ്ടുപോയി കൊടുത്തത്? എന്നെ കണ്ടുപഠിക്കും, എന്റെ തോട്ടങ്ങൾ നീ ഒന്ന് കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുജനെ വിളിച്ചുകൊണ്ട് തോട്ടം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ആ രംഗാണ് പടച്ചോൻ പറയുന്നത്. അനുജന്റെ മുന്നിൽ തന്റെ അഹങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫഖാലലി സ്വാഹിബിഹി വഹു യുഹാവിറുഹു. തോട്ടത്തിലൂടെ ജ്യേഷ്ഠൻ ഇങ്ങനെ അനുജന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, അന അക്സറു മിങ്ക മാലൻ വഅഅസ്സു നഫറ. നിന്നേക്കാളും സമ്പന്നൻ ഞാനാണ്, എനിക്കാണ് കൂടുതൽ അനുയായികളുള്ളത്, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. വദഖല ജന്നത്തുഹു. അങ്ങനെ തോട്ടത്തിലേക്ക് അവൻ കടന്നു. വഹുവ ളാലിമുൻ ലിനഫ്സിഹി. സത്യത്തിൽ അവൻ അക്രമിയാണ്, ഈ ജ്യേഷ്ഠൻ അക്രമിയാണ്. പടച്ചോനോട് വലിയ ദുൽമാനവൻ ചെയ്യുന്നത്, അനുജനോടും വലിയ ദുൽമാനവൻ ചെയ്യുന്നത്. ഫഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. അപ്പോൾ ഇവൻ പറഞ്ഞു, മാ അളുന്നു, ഞാൻ വിചാരിക്കുന്നില്ല, തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അനുജനെ തോട്ടം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, എന്റെ ഈ തോട്ടം എന്നും ഉണ്ടാകും, ഇതൊന്നും നശിക്കൂല. ഒമാ അളുന്നു സാത്ത കായ്മത്തൻ, അന്ത്യനാൾ ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് പണ്ട് മദ്രസയിൽ അങ്ങനെ പഠിച്ചത്, ഇപ്പൊ എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഞാൻ മനസ്സിലാക്കുന്ന അന്ത്യനാളൊന്നും ഉണ്ടാവില്ല, എന്റെ ഈ തോട്ടം എന്നൊന്നും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജ്യേഷ്ഠൻ അനുജനോട് പറയണം. അവനിപ്പോ പടച്ചോനെ പോലും മറന്നുപോയി. എന്നിട്ട് വലയുർ റുദിത്തുഇലാ റബ്ബി, ഇനി എന്നെങ്ങാനും അന്ത്യനാൾ ഉണ്ടായാൽ തന്നെ, അന്ത്യനാൾ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം, ഇനി അന്ത്യനാൾ ഉണ്ടായി എന്റെ തോട്ടം നശിച്ചു എന്നിരിക്കട്ടെ, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് ചെന്നു എന്നിരിക്കട്ടെ, എന്നാലോ എന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് ചെന്നാൽ തന്നെ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻകലബ, ഇതിനേക്കാളും നല്ല തോട്ടം ഞാൻ അവിടെ ഉണ്ടാക്കും. അല്ലാഹ് തരൂന്നല്ല പറഞ്ഞത്. എനിക്ക് അറിയില്ല, ഞാൻ ആര് മോൻ, ഇത്രയും നല്ല തോട്ടം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞ് എനിക്ക് മഹ്ശറയിൽ ചെന്ന ഒരു തോട്ടം ഉണ്ടാക്കാനാ ബുദ്ധിമുട്ട്. പടച്ചോൻ തരൂന്നല്ല അവൻ പറയണത്. അവിടെയും ഞാൻ ഇതുപോലെ നട്ടു വളർത്തി തോട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് അനുജന്റെ മുന്നിൽ ആ തോട്ടത്തിൽ നിന്നുകൊണ്ട് ഈ ജ്യേഷ്ഠൻ ധിക്കാരം പറഞ്ഞു. ഖാലലഹു സ്വാഹിബുഹു യുഹാവിറു. അപ്പോൾ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുതുബത്തിൻ സുമ്മ സവ്വാക റജുല. ജ്യേഷ്ഠാ, നിന്നെ ഒരു ബീജത്തുള്ളിയിൽ നിന്നും പടച്ചോ, പിന്നെ ആ ബീജത്തുള്ളി എങ്ങനെ ഒരു മനുഷ്യനാക്കിയ പടച്ചോൻ, ആ പടച്ചോനെ മറന്നുകൊണ്ടാണോ നീ വർത്താനം പറയുന്നത്? നീ പടച്ചോനെ മറന്നുള്ള വർത്തമാനാണോ നീ പറയുന്നത് എന്ന് അനുജൻ ചോദിച്ചു. വലൗലായിദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്. നിനക്ക് നിന്റെ തോട്ടത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയാൻ പാടില്ലായിരുന്നു. നമ്മുടെ തോട്ടങ്ങളിൽ കടന്നാൽ, നമ്മുടെ സമ്പത്തിലേക്ക് കടന്നാൽ പറയൽ സുന്നത്തുള്ളൊരു വാക്കാണ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ പറഞ്ഞാൽ അത് നശിക്കില്ല. കണ്ണേറ് ലഭിക്കാതിരിക്കാൻ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ ഇത് പറയുക. അനുജൻ ചോദിക്കാൻ, നിനക്ക് ഇങ്ങനെ പറഞ്ഞ് കയറാമായിരുന്നില്ലേ? ഇത് പടച്ചോ നിലനിർത്തുമായിരുന്നില്ലേ? ഇൻ തറനി അന അഖല്ല മിങ്ക മാലമ വലത. ശരിയാണ് നീ പറയുന്നത്, നിന്റെ അത്ര സമ്പത്തൊന്നും എനിക്കില്ല, എനിക്ക് അത്രയും വലിയ മക്കളുമില്ല. പക്ഷേ ഫഅസാ റബ്ബി അൻ യുഅ്തിയനി, എന്റെ റബ്ബ് എനിക്ക് പിന്നീട് നൽകിയേക്കാം. നിനക്ക് നൽകിയതിനേക്കാൾ നല്ലത് എന്റെ റബ്ബ് എനിക്ക് നൽകും, അതിനു കഴിയും, എന്റെ റബ്ബ് എനിക്ക് നൽകും. ആ മനുഷ്യൻ പറഞ്ഞു കരഞ്ഞുകൊണ്ട്. തന്നെയല്ല, വയുർസില അലൈഹാ ഹുസ്ബാനൻ മിനസ് സമാ, നിന്റെ ഈ തോട്ടം ഉണ്ടല്ലോ, ഈ തോട്ടത്തിലേക്ക് ആകാശത്തു നിന്ന് അല്ലാഹു തആല ആപത്ത് വരുത്താനും പടച്ചോന് കഴിയും. വേദനയോടെ അനുജൻ പറയാണ് തന്റെ ജ്യേഷ്ഠനോട്, എന്താ സംഭവിച്ചു? എന്നിട്ട് ഔ യുസ്ബിഹ മാഉഹാ ഗൗറ, അല്ലെങ്കിൽ ഈ തോട്ടത്തിലെ വെള്ളം വറ്റിച്ചു കളയാൻ എന്റെ റബ്ബിന് കഴിയും. ഓഹീത ബിസമരിഹി, എന്തുണ്ടായി? ഓഹീത ബിസമരിഹി, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ആ തോട്ടത്തിലേക്ക് വന്നു. വഉഹീത ബിസമരിഹി, അവന്റെ തോട്ടത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒറ്റ രാത്രി കൊണ്ട് അവന്റെ തോട്ടം മുഴുവനും ആ മലക്ക് നശിപ്പിച്ചു കളഞ്ഞു. പിറ്റേന്ന് അവൻ, ഖുർആൻ പറയണ, വലം തകുല്ലഹു ഫിഅത്തുൻ യൻസുറൂനഹു, അവനെ സഹായിക്കാൻ ആരുണ്ടായില്ല. മലക്ക് വന്ന് തോട്ടം നശിപ്പിച്ചപ്പോൾ സഹായിക്കാൻ ആരുണ്ടായില്ല. ഒരുപാട് ആൾക്കാരുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്, ആരും സഹായികളായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫിഹാ. ഈ തോട്ടം വന്ന് കണ്ടിട്ട് ആ മനുഷ്യൻ, ആ ജ്യേഷ്ഠൻ, അവനിങ്ങനെ കൈ മലർത്തിയിട്ട് പറയുന്നുണ്ട്, പടച്ചോനെ എത്രയാണ് നശിച്ചു പോയത്, എത്രയാണ് ഞാൻ ഇതിനകത്ത് മുടക്കിയത്, എല്ലാം പോയല്ലോ. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി, കൈ ഇങ്ങനെ ഇട്ട് എല്ലാം പോയല്ലോ.
യാ ലൈതനീ ലം ഉശ്രിക ബി റബ്ബി അഹദ, എന്റെ റബ്ബിനോട് ഞാൻ ശിർക്ക് ചെയ്യാതിരുന്നെങ്കിൽ, ഞാൻ ഇവനെ പോലെ ഒരു മുവഹിദായി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ ജ്യേഷ്ഠൻ നശിച്ചു കിടക്കുന്ന കത്തിക്കരിഞ്ഞു പോയ തോട്ടത്തിന്റെ വരികിൽ നിന്നുകൊണ്ട് ആ ജ്യേഷ്ഠൻ പറയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് ഉദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, നബിയെ ദുനിയാവ് എന്ന് പറഞ്ഞ ഇത്രയുള്ളൂ അങ്ങ് പറഞ്ഞു കൊടുത്തരെ, ഇത്രയുള്ളൂ എന്നങ്ങ് പറഞ്ഞു. പടച്ചവന്റെ പണി എന്താണെന്നറിയാം? അബൂ ഹനീഫ ഇമാം ഒരിക്കലൊരു വാദപ്രതിവാദത്തിന് പോയി യുക്തിവാദികളുമായിട്ട്. യുക്തിവാദി പറഞ്ഞു അള്ളാഹ് ഇല്ലാന്ന് പറഞ്ഞു, അബൂ ഹനീഫ പറഞ്ഞു അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവര് ചോദിച്ചു, എന്നാൽ അള്ളാഹു ഇപ്പൊ എന്തെടുക്കാന്ന് ചോദിച്ചു, ഇപ്പൊ പടച്ചവന്റെ പണി എന്താന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു, ഇവര് മുകളിലും അബൂ ഹനീഫ താഴെ നിൽക്കണേ, ഇവര് സ്റ്റേജിലാണ്, അബൂ ഹനീഫ താഴെയാണ്. അബൂ ഹനീഫ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോ താഴെ ഇറങ്ങി, ഞാൻ തൽക്കാലം മോളിൽ കയറട്ടെ എന്ന് പറഞ്ഞു. അവരെ താഴെ ഇറക്കി. അബൂ ഹനീഫ മോളിൽ കയറിയിട്ട് പറഞ്ഞു, ഇപ്പൊ പടച്ചവന്റെ പണി മോളിൽ നിൽക്കുന്നവരെ താഴെ ഇറക്കുക, താഴെ നിൽക്കുന്നവരെ മോളിൽ കയറ്റുക, അതാണ് ഇപ്പൊ പടച്ചവൻ ചെയ്ത പണി, അതാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പടച്ചവന്റെ പണി. കോടാന കോടീശ്വരനെ ഒറ്റ ദിവസം കൊണ്ട് താഴെയിട്ട് കൊണ്ടുവരും, ഒന്നുമില്ലാത്തവനെ ദിവസങ്ങൾ കൊണ്ട് അല്ലാഹു മുകളിൽ എത്തിക്കുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യുന്നത് റബ്ബാണ്. ഈ റബ്ബിനെ മറന്നുകൊണ്ട് കിട്ടിയ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ നിന്നാൽ ഇതൊന്നും ഫലപ്പെടില്ല എന്നുള്ള ബോധമുണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് പടച്ചാമ്പുരാൻ കൃത്യമായ വിഹിതം എങ്ങനെ വീതിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചത്. അതനുസരിച്ച് വീതിച്ചാൽ പ്രശ്നങ്ങൾ നമ്മൾക്കിടയിൽ ഒഴിവാകുകയും ബന്ധങ്ങൾ എന്നും നിലനിൽക്കുകയും ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.